ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കിളിക്കൂടാണ്. നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി എങ്ങനെയാണ് കിളിക്കൂട് തയ്യാറാക്കുന്നത് നോക്കാം. കിളിക്കൂട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുമുണ്ട്. ശേഷം ഒരു പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായി അരിഞ്ഞ് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. കിളിക്കൂട് മുട്ട വെച്ചൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ഇതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടിയുടെയൊക്കെ നല്ല പച്ച സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഞാൻ നന്നായി ഉടച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ തയ്യാറാക്കി വെച്ച മസാല ഈ സേമിയത്തിലും മുട്ടയിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു മുട്ട സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്ത് വെച്ചാണ്. ഇപ്പം മസാല ചൂടാറിയിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സേമിയത്തിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഓരോരോ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ഞാനെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോരോ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോരോ ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ഓരോരോ ഭാഗം തിരിച്ചും മറിച്ചൊക്കെ ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് നന്നായൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ടോ നോക്കിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ കിളിക്കൂട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോന്നോരോന്നായി നെയ്യിൽ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.